ഇന്ന് നമുക്ക് കേരളത്തിലെ ഒരു വീട് കാണാം. തൊടുപുഴയ്ക്ക് അടുത്തുള്ള രാമപുരത്താണ് ഈ വീടുള്ളത്. UK റാഫേൽ സിൽവർ വിങ്സിന്റെ ഡയറക്ടർമാരിൽ ഒരാളായ ആൽബർട്ട് ആഞ്ചലോയുടെ അച്ഛൻ ആഞ്ചലോ നിർമ്മിച്ച വീടാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയ 1 ഏക്കർ 10 സെന്റിലാണ് ഈ വീടുള്ളത്. വീടിന്റെ പരിസരമൊക്കെ ഒരു പാർക്ക് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീടിരിക്കുന്ന ലൊക്കേഷനാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വനം പോലെ തോന്നിക്കുന്ന രീതിയിൽ അപ്പുറത്തോട്ടവും മറ്റ് കൃഷിയൊക്കെയാണ് അവിടെ ഉള്ളത്. ഒരു ഫോറസ്റ്റ് അല്ലെങ്കിലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ വീടിനോടനുബന്ധിച്ച് തന്നെ ഒരു പാർക്കിൽ നമ്മൾ വന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ ഈ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് വീടിന്റെ പരിസരങ്ങൾ കാണാം, അതോടൊപ്പം തന്നെ നമുക്ക് വീടിന്റെ ഉൾവശവും കാണാം. നല്ലൊരു ഡിസൈനാണ്. നമ്മൾ കയറി വരുമ്പോൾ ലോഞ്ച്, അതുപോലെ തന്നെ നമുക്ക് വേറെ മാതൃകളൊന്നും ഇല്ലാതെ നമുക്ക് ഇത് മെയിൻ റൂമാണ്. അവിടെ ഗസ്റ്റ് റൂമായിട്ട് ഒരെണ്ണമുണ്ട്. എല്ലാം ബാത്ത് അറ്റാച്ച്ഡാണ്. അതൊരു സ്പെഷ്യൽ ഒരു ബാത്റൂമ്. ഇതിപ്പോഴും ഇവിടെ ഡൈനിങ് ടേബിൾ. ഇതൊക്കെ കൂടിയ ഇതോ വരവാ. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണല്ലേ. സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനാണ്. കിച്ചൺ ഏരിയ, കിച്ചൺ ഇങ്ങനെ സ്റ്റോറേജ്, ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. എല്ലാ സാധനവും അതുകൊണ്ട് പുറത്തേക്ക് അധികം വരത്തില്ല. ആവശ്യത്തിന് ഇങ്ങനെ കത്തുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് കൂടി ഉണ്ട്. വെറുതെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ റോഡിലേക്ക് നോക്കുമ്പോൾ അത് റോഡാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ല വ്യൂ അല്ലേ. അതിന് പിന്നെ അവിടുന്ന് നല്ല കാറ്റുണ്ട്. ഇവിടെ ഒരു സ്ഥലം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബാത്റൂം, വാഷ്റൂം അത്യാവശ്യം ഉണ്ടോ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് നമ്മുടെ റൂമിലേക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അതിന് പ്രത്യേകത തോന്നുന്നില്ല, വൃത്തികേടൊന്നും വരുത്തില്ല. സാധാരണയൊക്കെയാണ് നമ്മൾ ഈ ഡോറ് വരുമ്പോൾ ഇത് ഇങ്ങനെയുള്ളതായിട്ട് മനസ്സിലാകത്തില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവും അങ്ങനെ സംഭവം അവിടെ ഉണ്ടെന്ന്. മുകളിലേക്ക് കയറി വരുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്ത് അതിൽ പുറത്തുനിന്ന് തന്നെ സ്റ്റെയറുണ്ട്. ഔട്ട് ഹൗസിൽ നിന്ന് ഉള്ള ജോലിക്കാർക്ക് താമസിക്കാനായിട്ടുള്ള ഔട്ട് ഹൗസാണ്. സോ അവിടുന്ന് അവർക്ക് അതിൽ തന്നെ കയറി വരാനും തുണി വിരിച്ചിടാനും ഒക്കെ ഉള്ളൊരു സൗകര്യത്തിന് അങ്ങനെ ഒരു എൻട്രിയും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതെ വേണമെങ്കിൽ ഒരു ചെറിയ പാർട്ടി മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നടത്താനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ശരിക്കും എത്ര സ്ക്വയർ ഫീറ്റ് വരും നമ്മുടെ വീട്? നമ്മളിത് ഏകദേശം ഒരു 4500 സ്ക്വയർ ഫീറ്റിന് അടുപ്പിച്ചുണ്ട്. പിന്നെ പോർച്ച് ഏരിയ, മറ്റേ ഔട്ട് ഹൗസുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേറെ. ആ ഒരു രീതിയിലാണ് ടോട്ടൽ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പരമാവധി സ്ഥലം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അനാവശ്യമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് സ്പേസ് ഇട്ടിട്ടില്ല. ഇഷ്ടംപോലെ സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇവിടെ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു മഴയുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി നടത്തണമെങ്കിലും ഇവിടെ സജ്ജീകരണങ്ങളുണ്ട്. പിന്നെ മഴയില്ലാത്ത സമയത്താണെങ്കിൽ പുറത്തെ ഗാർഡൻ ഏരിയയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലും കൂടെയാണ് അറേഞ്ച് ചെയ്തത്. ഇത്രയും ഒരു പെർഫെക്ഷനിൽ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം, ഇതിപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വീട് പണിയുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരാൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഉണ്ടാവുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു കാര്യം. പപ്പ നാട്ടിലുള്ളത് കൊണ്ട്, പിന്നെ പപ്പ എനിക്ക് തോന്നുന്നു പപ്പ തന്നെ വർക്കൗട്ട് ചെയ്യുന്നൊരു 3ാമത്തെ വീടാണ്. സോ ഇതിന് മുമ്പത്തെ വീടുകളും പപ്പ ഒരുപാട് വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിസോർട്ടുകളുടെ വർക്ക് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പപ്പായ്ക്ക് ബേസിക്കലി നല്ലൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളത്. പപ്പ അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ഒക്കെ ആയിട്ടുള്ള കണക്ഷനും കൂടെ ഉള്ളതുകൊണ്ട് ഒപ്പീനിയൻസ് എടുക്കാനും പിന്നെ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി ഓരോന്ന് ചെയ്യാനുമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അവിടെ അവൈലബിൾ ആയിരുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർക്കാൻ. ഏകദേശം ഒരു 13 മാസമേ എടുത്തുള്ളൂ എൻ്റെ വർക്ക് തീർക്കാനായിട്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളൊരു മേൽനോട്ടം വഹിച്ചൊരു നിൽക്കാൻ പറ്റിയത് കൊണ്ടാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും നേരത്തെ ഇത് ഈ എൻ്റെ ഏരിയ മൊത്തം റബ്ബറായിരുന്നു. മൊത്തം റബ്ബറായിരുന്നു ഈ ഏരിയ. അത് മൊത്തം വെട്ടി മാറ്റി പിന്നെ കുറച്ച് തേക്ക് അങ്ങനത്തെ മരങ്ങളും ഒക്കെ ആയിരുന്നു. അത് എൻ്റെ വെട്ടി മാറ്റിയതിന് ശേഷമാണ് ചെയ്തത്. ഇതൊരു ഊഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു? ഇത് നമ്മളിവിടെ നിർമ്മിച്ചാണോ അതോ? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിപ്പിച്ചാണ് പറഞ്ഞ്. ഇതിന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കും ലീവിങ്ങിൽ ഞങ്ങൾക്ക് ഇത് ഫാമിലി ലീവിങ് സ്പേസാണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഊഞ്ഞാൽ അവിടെ കൊടുക്കണമെന്ന്. പക്ഷേ ഈ ഊഞ്ഞാൽ ചുമ്മാ ചെറുത് ഇട്ട് കഴിഞ്ഞാൽ ഇതാകുമ്പോൾ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരു വലിപ്പമുണ്ട് ഇതിന്.
അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞുണ്ടാക്കി ചെയ്യിപ്പിച്ചതാണ്. വലിയൊരു റൂം തീരുന്ന ഇതാണ് എല്ലാവരും ഇരിക്കാം. നമ്മൾ ഈ കുടുംബപരമായിട്ട് എല്ലാവർക്കും ഫാമിലി ഗ്യാതറിങ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. സോ ഒരുപാട് ഞങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ സംസാരിച്ച് വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന ഒരു പതിവുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പേസ് എന്തായാലും നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്രമീകരിച്ചത്. പിന്നെ ഈ ഒരു കോർട്ട്യാർഡിൻ്റെ ഒരു ഏരിയ മെയിനായിട്ട് നിർമ്മിച്ചതിന് 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഈ വീട് പ്ലാൻ ചെയ്തേക്കുന്നത് നമുക്കൊരു എക്സ്പാൻഷൻ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. ഒരു ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു ഏരിയ ഉപയോഗിക്കാം. ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്ലോറും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിംഗ് ഏരിയ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചത്. എയർ കണ്ടീഷൻ നമ്മുടെ ഇവിടെ വന്നപ്പോൾ നമ്മൾ എയർ കണ്ടീഷൻ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഹോട്ടലൊക്കെ പോലെ കൂൾ എയർ ആണ് നമുക്ക് ഉള്ളിലുള്ളത്. ഇതെന്താണ് ശരിക്കും നമ്മൾ ഇങ്ങനെ രീതിയിൽ ചെയ്തത് സാധാരണ വീടുകളിൽ? ഇത് മെയിനായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നമ്മുടെ ആൾക്കാർക്ക് പലർക്കും അറിയില്ല. ഈ സെൻട്രലൈസ്ഡ് AC ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റേ AC ചെയ്യുന്നതിനേക്കാളും വളരെ ചെറിയൊരു എക്സ്പെൻസേ കൂടുതലായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഈ സെൻട്രലൈസ്ഡ് AC ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ AC ഇടുന്നതിൻ്റേതായിട്ടുള്ളൊരു ദൂഷ്യഫലങ്ങൾ ഉണ്ടാവില്ല. കാരണം എപ്പോഴും പേരൻസൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നൊരു കാര്യം കേൾക്കാം, AC തണുപ്പ് ഡയറക്റ്റ്ലി അടിക്കുമ്പം ശ്വാസതടസ്സം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുട്ടുവേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ എല്ലായിടത്തും ഇത് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് സെൻട്രലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ സെൻട്രലൈസ്ഡ് കൊടുത്തത്. പിന്നെ എനിക്കും ഈ അവിടെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇത് വരണ്ടല്ലോ എന്നും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ടും കൂടെ അങ്ങനെ ചെയ്തതാണ്. അടുത്തൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മേക്കപ്പിംഗ് ഏരിയ. പിന്നെ ഞങ്ങൾക്കും രാത്രിയും ചിലപ്പം നെറ്റ്ഫ്ലിക്സ് മൂവീസ് കാണുന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഏരിയ അതിന് വേണ്ടി കൊടുക്കും. പിന്നെ ഒരു റിലാക്സിങ് ആയിട്ടൊരു സോഫയും. ഈ കബോർഡ് വർക്കുകളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതെ, അത് തൃശ്ശൂരുള്ള ഒരു ടീമാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തേക്കുന്നത്. പിന്നെ അതിനകത്തുള്ള ഈ ഹാൻഡിക്കായിട്ടുള്ള മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളും നമ്മൾ വേറെ പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇൻറ്റീരിയേഴ്സ് എല്ലാം അവരാണ് ചെയ്തത്. പാനലിംഗ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം അവർക്കാണ് കൊടുത്ത് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ ക്രൂ ഏറ്റവും ബെസ്റ്റായിരുന്നു. ഒരു ഡിലേ വരുത്താതെ അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ചെയ്തു തന്നു. അതുകൊണ്ട് അതൊരു വലിയ സന്തോഷത്തിലാണത്. അതിൻ്റെ ആ പൂള് ഇവിടെ നോക്കുമ്പോൾ വേറൊരു വെറൈറ്റി. പൂള് നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴും ക്ലീൻ ആയിട്ട് ഒരു ജാക്കുസി ഇൻബിൽട്ട് ആയിട്ടുള്ള പൂളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജാക്കുസി എഫക്റ്റും മറ്റു കാര്യങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളും അതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൽഫായിട്ടുള്ള ഫിൽട്രേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇതിൽ ഒരു 1 year ആയിട്ടും ആ ഒരു ക്ലീനിങ്ങിലും ഇതിലും ഇരിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് സൗകര്യമാണ്. ഇതിനു മുൻപ് നമ്മുടെ വീട് എവിടെയായിരുന്നു? അടുത്ത് തന്നെയായിരുന്നു? ഉഴവൂര് തന്നെയായിരുന്നു. 10 കിലോമീറ്റർ അപ്പുറത്ത്. അതിന് ശേഷമാണ് ഇവിടെ മാറിയത്. ഇപ്പോൾ ഇവിടെ ലാൻഡുണ്ട്, നമ്മളത് കളഞ്ഞിട്ടില്ല. ആൽബർട്ട് മെയിനായിട്ട് UK-ലാണല്ലോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? എങ്ങനെയൊക്കെയാണ്? ആക്ച്വലി ഞാൻ അവിടെ സെറ്റിലാണെങ്കിലും ഞങ്ങളുടെ മറ്റ് ബിസിനസ്സും മറ്റു കാര്യങ്ങളും എല്ലാം പപ്പയാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ പപ്പയുടേതായ കുറച്ച് റബ്ബർ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നാട്ടിൽ വരുന്ന എനിക്ക് എന്നും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അത് കൂടുതൽ സമയം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കാറുണ്ട്. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കാൻ താല്പര്യമാണ്. അതുകൊണ്ട് പോരാറാണ് പതിവ്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. ഒരു ഏർലി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് നാട്ടിൽ സെറ്റിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്ത് അവസാനം നമുക്ക് എൻജോയ് ചെയ്യാനൊരു ടൈം കിട്ടിയില്ല എന്നൊരു വിഷമം ഒരിക്കലും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ആയി അതിനെ ഒന്ന് റണ്ണിങ്ങിൽ ആക്കുക, പിന്നെ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ള സമയത്ത് ബാക്കിയുള്ള ടൈം ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കെപ്പോഴും ആഗ്രഹം. അപ്പം മറ്റ് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനും എല്ലാവരും ഒരു ടീമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും ഏറ്റവും എൻജോയബിൾ ആവുക ഫാമിലി ഒപ്പം പോകുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ സ്പെൻഡ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും എല്ലാവരും വലിയ തിരക്കുള്ള സമയത്ത് ഇപ്പോൾ ആൽബർട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഇത്രയധികം ബിസിനസ്സും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നാട്ടിൽ വരാനും സമയം കണ്ടെത്തുന്നു. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീട് നിർമ്മിക്കാനും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാനും പേരൻസിനും ഫാമിലിക്കും ഒപ്പം ഒക്കെ താമസിക്കാനും സമയം കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു മാതൃക തന്നെയാണ്. ഇപ്പോൾ തിരക്കുകൾ മാത്രമായിട്ട് നമ്മൾ കഴിയുമ്പോൾ ഒരിക്കലും അതിനൊന്നും നമുക്ക് പിന്നീട് സമയം കണ്ടെത്താൻ കഴിയാതെയും വരും. അതെ, തീർച്ചയായിട്ടും. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പുറത്ത് പോകുന്ന നമുക്ക് വീട്ടിൽ ഒരു ഹാപ്പിനെസ് ഇല്ലെങ്കിലാണ് നമ്മൾ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ വളരെ ഭാഗ്യവാനാണ്. ഒരു നല്ല ജീവിത പങ്കാളി, നല്ല പേരൻസ്, നല്ലൊരു ഫാമിലി. സോ അങ്ങനെ ഒരു കൺസേൺ എനിക്കില്ല. സോ എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ എൻ്റെ ഫാമിലിയാണ്. സോ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെ നിങ്ങളൊക്കെ വരുമ്പോൾ ഒത്തുകൂടുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സന്തോഷം. അത്
ഇത് സാംസങ്ങിന്റെ ഫാമിലി ഹബ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കിച്ചണിലൊക്കെ ജോലിക്ക് നിൽക്കുമ്പോൾ ടി വി കാണാനോ അങ്ങനെ ഒരു സമയം കിട്ടാതെ വരുന്നൊരു ബുദ്ധിമുട്ട് ഇതുകൊണ്ടേ ഒഴിവാക്കാം. ഇതൊരു ഗസ്റ്റ് റൂമാണ്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഓഫീസ് സംബന്ധമായ വർക്കുകളൊക്കെ രാത്രി ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി അവിടെ സിസ്റ്റം കാര്യങ്ങളും നോക്കുക. പിന്നെ 4 മുറികളും ബാത്ത് അറ്റാച്ച്ഡാണ്. ഒരു മേക്കപ്പിംഗ് ഏരിയയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഗസ്റ്റ് വന്നാലും അവർക്കും കംഫർട്ടബിളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കാണിക്കുന്നത്, നമുക്ക് ഈ തേക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം തേക്കാനായിട്ട് ഉപയോഗിക്കാം. ആവശ്യം കഴിഞ്ഞ് ഇതിനെ മടക്കി ആളെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്പേസ് വെറുതെ വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. യൂട്ടിലൈസ് ചെയ്ത് തന്നെ, കാരണം വെറുതെ ഇത് പിന്നെ നമുക്ക് ഒരു അഭംഗിയുമാണ് ഇത് പിന്നെ പുറത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കി. രണ്ട് ബെഡ്റൂം എല്ലാം ഡിസൈൻ ചെയ്തൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ്. തൃശ്ശൂരുകാരൻ ഒരാളാണ്, നമ്മുടെ പേര് ഞാൻ മറന്നത്, പക്ഷേ പുള്ളിയായിരുന്നു ഇതെല്ലാം. ബെഡ്റൂം ആണെങ്കിലും വളരെ വിശാലമായി കയറി വരുന്ന ഹോട്ടലിന്റെ ഒരു ഓരോ ഡിസൈനാണ് ഓരോ റൂമിനും. ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് ഇതും ബാത്ത് അറ്റാച്ച്ഡാണ്. പിന്നെ കബോർഡ് വർക്കുകൾ കണ്ടോ? അതെ, അവരാണ് ഏറ്റവും ടൈം എടുത്തത്. പക്ഷേ ഭയങ്കര ഫിനിഷിങ് അല്ലായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അവരുടെ ഐഡിയ ചെയ്ത് നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവരാകെ 2D ആക്കി തരുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ എന്താണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അടിപൊളി. ഇപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്കൊരു ഇതായിട്ടുള്ള ഹോം തിയേറ്റർ. അത് ഈ ഹോം തിയേറ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമുണ്ട്. അത് നമ്മളും പല ആൾക്കാരുടെ അടുത്ത് നിന്ന് സജഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം ദിലീപിൻ്റെ വീട്ടിൽ ചെയ്ത അവർ തന്നെ അവിടെ വന്ന് അവർ സ്വിമ്മിംഗ് പൂള് മോഹൻലാലിൻ്റെ വീട്ടിൽ ചെയ്തവരാണ്. അവർ മോഹൻലാലിന് 4 എണ്ണം ഉണ്ട്, അവർ തന്നെ അവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സജഷൻസ് ഒക്കെ എടുത്ത് നോക്കി. കാരണം ഇത് ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസ്. സോ അത് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു ടീമിനെ ചൂസ് ചെയ്തില്ലെങ്കിൽ എന്നും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് വട്ടം ആലോചിച്ച് പല ആൾക്കാരുടെ ഒപ്പീനിയൻസ് എടുത്തിട്ടാണ് ആളെ സൂചിച്ച് ചെയ്തത്. അതുപോലെ ഒരു ബാർ ഏരിയ നമ്മൾ ഇതോട് അനുബന്ധിച്ച് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബാർ ഏരിയ സാറിന് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു കൺസെപ്റ്റിലാണല്ലോ ഇത്. അത്യാവശ്യം ചെറിയ ഞങ്ങളെ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതും ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ഫാമിലി ഗ്യാതറിങ്ങും ഫിലിമും ഒക്കെ കണ്ടുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമും കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ കഴിക്കണം, ഒന്നും മൂത്രം കഴിക്കണമെന്നുണ്ടെങ്കിലും ഇറങ്ങാമല്ലോ ഇറങ്ങാനായിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഇരിക്കണേലേ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ നോക്കുമ്പോൾ അത് കണ്ടോ ഒരു ഭംഗി കൂടുതലല്ലേ കാണാൻ. ആ റോഡിൻ്റെ ആ ഇതും മതിലിൻ്റെ അതൊക്കെ കൂടെ കാണുമ്പോൾ ഈ ഓരോ സമയത്ത് ഈ വീട് നിർമ്മിച്ചപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. തുടക്കമാല ഇപ്പോഴും വരെയുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യപ്പുള്ളൂടെ ഉള്ളത് ഓരോ കാര്യങ്ങളും എല്ലാം. ഇതിനെ നനയാക്കിയെന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു അത് നോക്കി കണ്ട് നനച്ചുകൊണ്ടാണ് വിള്ളലൊന്നും. സാധാരണ ഏത് വീട് കണ്ടാലും ഒരു വിള്ളലുണ്ടാവും, ഇതിനതില്ല. വെട്ടുകല്ല നമ്മളിപ്പോൾ ഒരാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ നിന്ന് ചെയ്യിപ്പിക്കുമ്പോൾ ഭംഗിയായിട്ട് ചെയ്യും. ഈ വിദേശത്തുള്ള ഒരു വീട് പണിയുമ്പോൾ പറ്റുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരാൾ വേണം. അതെല്ലാവരോടും പറയേണ്ട ഒരു കാര്യം. നമ്മൾ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ക്യാഷ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഭംഗിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളും ഹാർഡ് വർക്ക് ചെയ്യണം. അതിൻ്റെ ഒന്നാമത്തെ ഇതാണ് ഈ വീട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വീട്. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീട്. 4 തൊട്ടിയായിട്ട് കിടന്ന സ്ഥലമാണ്. അത് ഞങ്ങളിങ്ങനെ KCBക്ക് നിർത്തി. അപ്പോൾ ആൽബർട്ട്, ഈ വീട് നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ ചെയ്തത് ഈ കാര്യത്തിലൊക്കെ?
മെയിനായിട്ടുള്ളൊരു ധൈര്യം എന്തായിരുന്നു വെച്ചാൽ പപ്പായാണ് കാര്യങ്ങളെല്ലാം ഇവിടെ ഡീൽ ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും സന്തോഷം ഒരു നല്ല എഞ്ചിനീയറെ കിട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നുള്ളൊരു വ്യക്തമായ പ്ലാനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോലും ഒരു പേയ്മെൻറ്റ് പോകണ്ട, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത്. അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വേണ്ട രീതിയിലുള്ള സ്പേസ് കൊടുക്കുകയും എന്നാൽ അനാവശ്യമായിട്ട് സ്പേസ് പോകാത്ത രീതിയിൽ കാര്യങ്ങൾ അലൈൻ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. വളരെ പീസ്ഫുൾ ആയിരുന്നു. അപ്പോൾ പല സാധനങ്ങളും നമ്മളിവിടെ കിട്ടാത്തത് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് പ്രധാനമായിട്ട്? നമ്മളത് ലോക്കലി തന്നെ തൊടുപുഴ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ടീം ഉണ്ടായിരുന്നു. സോ അവരെ നമ്മൾ സജസ്റ്റ് ചെയ്യുക, അവരുടെ ത്രൂ ആയിട്ടാണ് ഈ പറഞ്ഞ ഹാൻഡിക്കായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും ഐറ്റംസും ഒക്കെ പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരത് പിന്നെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ അവരുടെ ഹെൽപ്പോട് കൂടിയാണ് ഇമ്പോർട്ട് ചെയ്തത്. പിന്നെ എഞ്ചിനീയറിൻ്റെ സജഷനിലും കുറച്ച് ഐറ്റംസൊക്കെ ബൈ ചെയ്തു. എനിക്ക് പപ്പ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ എനിക്കും ഉണ്ടായിരുന്നൊരു ആഗ്രഹം, വീട് പണിയാൻ നമുക്ക് പറ്റും, പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് മനോഹരമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. സോളാറാണ് നമ്മൾ കംപ്ലീറ്റ്. നമുക്ക് കറണ്ട് പോയാലും ഇവിടെ കുഴപ്പമില്ല. ഇത് തിരുവല്ല ഒരാൾ നമ്മൾ മൊത്തം കൊണ്ട് കൊടുത്തിരുന്ന കരവ് എടുത്തിട്ട് പുള്ളി കൊണ്ടുവന്നാണ്. ആ അതെ അതെ. ഇതാണിപ്പോൾ ഈ സോളാറിൻ്റെ ഈ ലൈനിൽ വരുന്ന ഇതുപോയി 10 കിലോ യൂണിറ്റാണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവൻ നേരെ ഇലക്ട്രിസിറ്റിക്ക് അങ്ങ് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ഉപയോഗത്തിന് എടുത്തിട്ട് ബാക്കി അവർ കൊണ്ടുപോകും. ആ കിട്ടും. വർഷത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു 6 മാസമൊക്കെ ആവുന്നുള്ളൂ. പറ്റത്തില്ല. അതിന് നമുക്ക് അവിടെ ബാറ്ററി സ്റ്റോർ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് കിട്ടിയ സോളാറില്ല, അത് 2 സെക്ഷനായിട്ട് ഇട്ടേക്കുന്നത്. ഇത് AC മാത്രം നമുക്ക് ഇതുകൊണ്ടേ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എപ്പോഴും AC ഉപയോഗിക്കുന്നില്ല, കാര്യമില്ല. ആ സെൻട്രലൈസ് AC വേണം. ആ കൂളിങ്ങിനൊരു പ്രത്യേകതയുണ്ട് സെൻട്രലൈസിൻ്റെ കൂളിങ്ങിന്. മറ്റേ കൂളിങ് പോലെയല്ല, ഇതിനൊരു കടുപ്പം കുറവുണ്ട്. തീരെ നൈസ് ആയിട്ടുള്ള തണുപ്പ് വരുത്തും. 14 മാസം. 16 മാസം വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മക്കളൊക്കെ വരുന്ന സമയത്തിന് തീർത്തരണം പറഞ്ഞ് വെച്ചപ്പോൾ ബഹളമൊക്കെ ഇട്ട് പെട്ടെന്ന് ചെയ്ത് വന്നു. പിന്നെ പണിക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒരു പ്രശ്നം വന്നുള്ളൂ. അതിന് പിന്നെ കാലാവസ്ഥ അനുകൂലമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇതുപോലെ അങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ആ വ്യൂ ആണ് നമ്മളെ ഏറ്റവും ഈ സ്ഥലത്തിന് നമുക്ക് ഇഷ്ടം വാങ്ങിക്കാനുള്ള കാരണം. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് എടുത്തതായത്. ഇതെല്ലാം നല്ല 3-4 തരം പൂക്കളാണ്, പല കളറിലും. അതുകൊണ്ട് ആ ചോപ്പൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ മഴയുടെ കൊണ്ട് ഇനി കയറി വരും. എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാലും വെള്ളം ഒത്തിരി ആയി കഴിഞ്ഞാലും പ്രശ്നമല്ലേ. ഈ റോഡ് നമ്മുടെ ഇത് നമ്മുടെ പള്ളിയിലേക്കുള്ളതാണ്, 1 കിലോമീറ്റർ. പക്ഷേ ഇത് വഴി ഇവിടുന്ന് അങ്ങോട്ട് ഇച്ചിരി മോശമാണ്. ആ വ്യൂ എങ്ങനെയാണെന്നൊക്കെ ഭയങ്കര രസമാണ്. അതിൻ്റെ ഒരു കാറ്റ് വേറെ ഉണ്ട് നമുക്ക്. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നേരെ ഇതുണ്ട്. അത് സോളാറിൻ്റെ ഒരു സാധനം. ഇത് രാത്രിയിൽ ഇവൻ തിളങ്ങിക്കൊണ്ട് ഒന്നും വേണ്ട, സോളാറാ. ഇത് അഡീഷണൽ വെച്ചിരിക്കണം. ഇതുണ്ട് ചാർജ് ചെയ്യുന്ന വെച്ചാൽ. ഇത് ഞങ്ങൾ തിരുവല്ല ഇവിടെ പോയി തലശ്ശേരിയൊക്കെ പോയപ്പോൾ പോകുന്ന വീടിൻ്റെ ഒക്കെ മുൻവശത്ത് ഇങ്ങനെ തിളങ്ങുന്നു. അപ്പോൾ എന്നാന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല രസമാണ്. നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ രാത്രിയിലെ കാണത്തുള്ളൂ. നല്ല തിളങ്ങും എപ്പോഴും, കെടുവെന്നുള്ള ചെയ്യാം. നല്ല രസമാണ് രാത്രി ആകുമ്പോഴല്ലേ. ഇപ്പോൾ അവൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, രാത്രിയിൽ യൂസ് ചെയ്യും കേട്ടോ. നമുക്ക് അങ്ങനത്തെ ലൈറ്റുകളാണ് കാണുന്നത്, കറണ്ടിൻ്റെ അല്ല. അത് അവർക്കുള്ള കറണ്ട് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക. അങ്ങനെ 30 എണ്ണം ഉണ്ട് അതിനകത്ത്. ഓട്ടോമാറ്റിക് ഗേറ്റാണ്. ഈ സ്വിമ്മിംഗ് പൂള് നമ്മൾ ഈ ഒരു വീടിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്? നമുക്കൊരു പിള്ളേർക്ക് എക്സസൈസ് ആണ് ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം വേറെ അടുത്ത് പോയി നീന്തേണ്ട കാര്യമില്ലല്ലോ. നീന്തലല്ലേ ഏറ്റവും നല്ലത്. സൈക്ലിങ് നീന്തലാണല്ലോ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തന്നെ. അപ്പോൾ ഈ ക്ലോറിനൊന്നും ഇല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത്. അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളം എപ്പോഴും പറ്റാത്ത വെള്ളം ഉണ്ടോ നമുക്കിവിടെ? ഉണ്ട്. അവിടെ കിണറുണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം നേരെ ഇവിടെ വരും. അത് അവിടെ നിന്ന് പമ്പ് ചെയ്ത് ഇങ്ങോട്ട് കേൾക്കാം. പിന്നെ ഇതിൽ 6 മാസം കൂടും അറിയാൻ മതി. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുകൊണ്ടിരിക്കും. സിസ്റ്റം ഉണ്ട് അവിടെ.
അതുപോലെ തന്നെ വീടിനോട് അനുബന്ധിച്ചുള്ള ഈ സ്ഥലം അത് എത്ര സ്ഥലമുണ്ട്? ഇത് 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലം. വേറെ കൃഷിയൊന്നും ഇല്ലല്ലോ ഇത് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് നമ്മുടെ ഒരു അതാണ് നമുക്ക് വൈകിട്ടൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ചൂടാണ്, പക്ഷേ അങ്ങോട്ടാകുമ്പോൾ നമുക്ക് നല്ല ഇതല്ലേ. വൈകിട്ട് ഒരു നല്ല കാറ്റുണ്ട് ഇവിടെ, അത് നിൽക്കുമ്പോൾ നല്ല രസമാണ്. ഇവിടെ കയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെ കല്ല്, അതൊരു എല്ലാം ചൂടത്ത് വന്ന് ഇരിക്കാതിരും, അങ്ങനത്തെ കല്ലാണ്. നമുക്ക് ചൂട് കൊള്ളണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കതിലിരിക്കുന്നതിന് കുഴപ്പമില്ല. ആ കല്ല് ചൂടാവുകയാണ്. അതെ ഈ കല്ല് ചൂടാവും. പിന്നെ നമ്മുടെ ഫ്രണ്ടിലിട്ടേക്കുന്ന കല്ലും ചൂടാകുകയില്ല, അത്ര നമുക്ക് ചൂടിൻ്റെ എഫക്റ്റ് കിട്ടും. വലിയൊരു പാർക്ക് പോലെയാണ് നമ്മുടെ ഈ അതെ നമ്മുടെ ഒരു ഇത് നട്ടതല്ല, നമ്മൾ ഇങ്ങനെ ഇതായിട്ട് പീസായിട്ട് കിട്ടാനുണ്ട് ഇപ്പോൾ ഇവിടെ. ഇതാണ് ഇത് നല്ല ക്ലീനാക്കി ഇടണം. അതാണ് ഒരു ഇടയ്ക്ക് ഓരോന്ന് പൊങ്ങി വരും, അപ്പോൾ പറിക്കാൻ ആളുണ്ട്, സ്ഥിരം പണിക്കാരുണ്ട് നമുക്ക്. മാവ് നട്ടിട്ടുണ്ട് ഇവിടെ, മാവുണ്ട്. ഒരുവിധം അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ എവിടെയൊക്കെ അങ്ങ് നട്ടിരിക്കുക. 2 കിണറുണ്ട്. ഒന്നിവിടെ ഇത് മുകളിൽ നിന്നേ പാറ തുടങ്ങിയിരിക്കുക, 8.5 കോല് താന്നിട്ടുണ്ട്. 8.5 കോലെന്ന് പറയുന്നതിന് ഏകദേശം ഒരു 2, 16, ഒരു 20 അടി 25 അടിയോളം താഴ്ചയുണ്ട്. അത്രയും പാറ തന്നെ. 2 ലക്ഷം രൂപയായത്. വെള്ളം ഇപ്പോഴും നല്ല വെള്ളമാണ്. ഫിൽറ്റർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഒരു അത്ര ഭയങ്കര കൂളിംഗ് അല്ല, എന്നാൽ ഒരു നല്ലൊരു മൺകാലത്തിലേക്ക് വെള്ളം കുടിക്കത്തില്ല. അതിനപ്പുറത്തോട്ട് ഒരു റോഡ് പോകുന്നില്ല, അതാണ് മെയിൻ റോഡ്. ഇതിപ്പോൾ പാലായി രാമപുരത്തിനുള്ള മെയിൻ റോഡാണ്. ഇവിടെ മാറിക, ഇതിവിടെ നേരെ പോയി മാറിക ചെന്നതായിരുന്നു. മാറിക എന്ന റൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ തൊടുപുഴ, ലെഫ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ കൂത്താട്ടോളം. അങ്ങനെ ഇത് കോട്ടയം ജില്ലയുടെ ബോർഡറാണ് ഇവിടെ. അവിടെ ഇനി ഗാർഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. ഇതിങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒക്കെ നടാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഈ ചെറിയ ചീനിയോ അങ്ങനെയുള്ളതൊക്കെ നട്ടിട്ടുണ്ട് അവിടെയല്ല. ചന്ദനമൊക്കെ ഈ അടുത്ത മഴ കൊണ്ട് കുറേ ഒത്തിരി പിടിപ്പിച്ചതായിരുന്നു. ഈ ശക്തമായ മഴയല്ലായിരുന്നു, ഒരു 4 മാസത്തേന് നിൽക്കാതെ മഴ പെയ്തപ്പം ഒത്തിരി ഇതായി. ഇതിൻ്റെ മോട്ടർ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മാത്രം. എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന വെള്ളം ഈ ടാങ്കിൽ ചാടി ഇവിടുന്ന് വന്ന് തിരിച്ചങ്ങോട്ട് കയറുക. അങ്ങനെ കാലത്തൂടെ എപ്പോഴും ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം. അങ്ങനെ ഇത് എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതേ നമ്മുടെ ഇടയ്ക്ക് ഓൺ ചെയ്യുന്നതാണ്. ഇത് ഓൺ ചെയ്യുക. മഴ കൊണ്ട് പോയതാണ്. 10 അവിടെ നല്ലപോലെ വെച്ചിരുന്ന, പക്ഷേ മഴ വന്ന് അങ്ങോട്ട് ചീഞ്ഞു. ശക്തമായ മഴയല്ല, നിൽക്കാറ്. ഇത് ആര്യവേപ്പെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് നമ്മുടെ മുറ്റത്തരിയിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് അടുപ്പ് വരികയാണ്. ഇതിന് പ്രതിരോധശേഷി കൂടുതലുണ്ടാവും. പ്ലാവുണ്ട്, അപ്പുറത്ത് ചന്ദനമുണ്ട്, നെല്ലിയുണ്ട്. ഒക്കെ കയറി വരണം. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് വേണ്ടി കുറേയധികം ഫുഡ് ഇവിടെ ലൈവായിട്ട് കുക്ക് ചെയ്യാണ്. അതിനായി കാറ്ററിംഗ് ടീം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ധാരാളം ഐറ്റംസ് ആണുള്ളത്. ഗ്രിൽഡ് ഐറ്റംസ്, അതുകൂടാതെ പ്രോൺസ്, കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇതെല്ലാം കുക്ക് ചെയ്യാണ് ഇവർ. നമുക്കിനി ഇവരോട് ചോദിക്കാം എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നമ്മൾ കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിൻ്റെ തന്നെ തനതായ ഫുഡാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാടൻ ഫുഡ്. വൈകുന്നേരം ആയപ്പോഴേക്കും ഈ പ്രദേശമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. അപ്പുറം തന്തൂരി ചിക്കൻ, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക്? ഐറ്റംസ് കപ്പ, പിന്നെ സലാഡ് ഐറ്റംസ്, പിന്നെ അപ്പം, പൊറോട്ട, ചിക്കൻ സ്റ്റൂ, പിന്നെ നമ്മുടെ അൽഫാമല്ല തന്തൂരി, പിന്നെ സ്ക്വിഡ്, പ്രോൺസ്, ചിക്കൻ 65, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പീറ്റർ പേര് തോമസ്. ഓക്കെ. ഇപ്പോൾ കാറ്ററിംഗിൻ്റെ മേഖലയിലാണോ ഉള്ളത്? അതെ അതെ. കാരണം ഇത് കോമൺ ആയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കുന്നത്? ഞാൻ ചൈനീസ് ഓൾറൗണ്ടറാണ്. ചൈനീസ്. ഞാൻ സിൻഡേജ് ഇൻഡസ്ട്രിയൽ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിൽ വർക്ക് ചെയ്യുന്ന കടയിരിപ്പിൽ
പിന്നെ എയർപോർട്ടിലുണ്ടായിരുന്നു 9 വർഷമായിട്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞായിരുന്നു. അതെ, പത്മനാഭൻ്റെ കഴിഞ്ഞാണ്. ഓക്കെ. കൂടുതലും മലയാളികൾക്ക് ഇഷ്ടം ഏത് ഐറ്റമാണ് സാറിന്? അവർക്ക് ചിക്കൻ ഇപ്പോൾ അറിയാം. ഇപ്പോൾ ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പം എന്നാ പറയണേ, എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫുഡ് കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താൽ ആരും നല്ലപോലെ കഴിക്കും, ഇഷ്ടപ്പെടും. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഇപ്പോൾ കാറ്ററിംഗുകാർ വന്നിരിക്കുന്നു. നമുക്ക് ഈ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു നാടൻ ഭക്ഷണം എന്നാൽ കുറച്ച് ചൈനീസും അതിൽ കയറണം, അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇവർ. പിന്നെ ആഡ് ചെയ്ത് നിങ്ങളുമായിട്ട് നമുക്കിങ്ങനെ കോമ്പറ്റ് ചെയ്ത് പോകാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു നമുക്ക് ഇവിടെ വന്നപ്പോൾ. തീർച്ചയായിട്ടും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും എടുത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇടുമെന്നാണ് ആഞ്ചലോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്വിമ്മിംഗ് പൂളോടെ കഴിച്ച് കഴിയുമ്പോൾ കുളിക്കണം തോന്നില്ല. അപ്പോൾ അവിടെ ചാടി കുളിച്ച് നീന്തി കയറി വരിക, അതാണ് ഉദ്ദേശിച്ചത്. ഇത്തവണ കേരളത്തിൽ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇപ്പോൾ വീട് കാണാൻ പറ്റി. അതുമാത്രമല്ല നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ധാരാളം ഐറ്റംസ് ഒക്കെ ഇവിടെ കുക്ക് ചെയ്തു. അതും ലൈവായിട്ട് തന്നെ. കാറ്ററിംഗ് ടീംസ് നല്ല എഫിഷ്യൻ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡാണ് അവരെപ്പോഴും നമുക്ക് വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ ആൽബർട്ട് പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കാതെ ഫാമിലിയുമായി ചിലവഴിക്കുക. കൂടുതൽ സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ സമയം കണ്ടെത്തുക. ഇപ്പോൾ ആൽബർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. ഇതേപോലെ കൂടുതൽ സമയം ഫാമിലിയുമായി ചിലവഴിക്കുന്നതിനാണ് ആൽബർട്ട് സമയം കണ്ടെത്തുക. കുറെ വർഷങ്ങൾക്ക് മുൻപ് വരെ ഓരോ വർഷവും ഒരിക്കൽ മാത്രമാണ് ഞാൻ കേരളത്തിൽ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ 4ാമത്തെ തവണയാണ് കേരളത്തിലെത്തിയിരിക്കുന്നത്. പല പ്രാവശ്യവും എപ്പോൾ കേരളത്തിൽ പോകണമെന്ന് തോന്നിയാലും അപ്പോൾ തന്നെ കേരളത്തിലോട്ട് യാത്ര ചെയ്യുന്ന രീതിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ബാങ്ക് ഓപ്ഷനിൽ ഫ്രീ ആയ സമയത്ത് മാത്രം ജോലി ചെയ്യുന്ന ഓപ്ഷനാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആനുവൽ ലീവിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ UK ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഫ്ലെക്സിബിളായി ജോലി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഫ്രീ ആകുന്ന സമയത്ത് മാത്രം ഡ്യൂട്ടി ബുക്ക് ചെയ്ത് ചെയ്യാനുള്ള അത്തരം സാധ്യതകളൊക്കെ. അപ്പോൾ ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സമയം എൻജോയ്മെൻറ്റിന് ഫാമിലിക്കൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കും കണ്ടെത്താനാകും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.